എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2026 മെയ് മാസം കുംഭരാശിക്കാർക്ക് എന്തൊക്കെ നേട്ടങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാകും, സാമ്പത്തിക നില മെച്ചപ്പെടുമോ, അതുപോലെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും, തൊഴിൽ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെ ജീവിതത്തിലെ ഓരോ തലത്തെയും ബാധിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാസം ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജിയൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളെ പറ്റിയും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം കുംഭരാശിക്കാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. കുംഭരാശിക്കാർക്ക് ജോലിയിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മെയ് 11 ശേഷം തൊഴിൽ രംഗത്ത് നല്ലൊരു വാർത്തയോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, മെയ് 11 മുൻപ് അനാവശ്യ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫീസിലെ സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ മേലധികാരികളുമായോ ഒക്കെ സംസാരിക്കുമ്പോൾ മിതത്വമൊക്കെ പാലിക്കേണ്ടതാണ്. എടുത്തു ചാടി തീരുമാനങ്ങൾ ഒന്നും എടുക്കുകയും അരുത്. ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് മെയ് പകുതിക്കൊക്കെ ശേഷം ബിസിനസ്സിൽ വലിയ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാം. ശുക്രൻ സ്വന്തം വീട്ടിലൊക്കെ നിൽക്കുന്നത് ബിസിനസ്സിൽ വലിയ സാമ്പത്തിക ലാഭമൊക്കെ നൽകുന്നതാണ്. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകാവുന്നതുമാണ്. മെയ് 14 മുൻപുള്ള സമയം പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനും വലിയ ഇടപാടുകളൊക്കെ നടത്താനും വളരെയധികം ഉത്തമമാണ്. മെയ് 14 ശേഷം ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ സ്ഥിരതയും സന്തോഷവും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ഇനി കുംഭരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെയ് മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. സാമ്പത്തികമായി നോക്കുമ്പോൾ കുംഭരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു മാസമാണ്. മെയ് 14 മുൻപുള്ള സമയം നിക്ഷേപങ്ങൾക്കും അതുപോലെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ പണം മുടക്കുന്നതിനും വളരെ നല്ലതാണ്. ശുക്രനൊക്കെ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് ധനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പണം കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ ആവേശം വേണ്ട. പ്ലാൻ ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതും ആയിരിക്കും. സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ 7-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അത് ചില സമയങ്ങളിലൊക്കെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയേക്കാം. പങ്കാളിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലിയുടെ തിരക്കോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാരണത്താലുള്ള തിരക്കോ ഒക്കെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അവരോടൊപ്പം സമയമൊക്കെ ചിലവഴിക്കാൻ ഇന്നതൊക്കെ കുറഞ്ഞേക്കാം. കേതുവിൻ്റെ സ്വാധീനമൊക്കെ കാരണം പങ്കാളിയുടെ പ്രവൃത്തികളിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ കണ്ടെത്താനും തോന്നിയേക്കാം. ഉദാഹരണത്തിന് അവർ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണുക. ഇതൊക്കെ ഒഴിവാക്കി പരസ്പര വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം 5-ാം ഭാവത്തിലൊക്കെ ഉള്ളതുകൊണ്ട് എത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നാലും അത് നിങ്ങളുടെ ബന്ധത്തെ ഒന്നും തകർക്കുന്ന രീതിയിലിട്ട് മുന്നോട്ട് പോവില്ല. കുടുംബത്തിൽ സന്തോഷവും ഐക്യമൊക്കെ നിലനിർത്താൻ വ്യാഴം സഹായിക്കുന്നതുമാണ്. ഇനി കുംഭരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് മെയ് മാസം നിങ്ങളുടെ പഠനത്തിനൊക്കെ വളരെയധികം മികച്ച സമയമാണ്. 5-ാം ഭാവത്തിൽ വ്യാഴമൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് പുതിയ അറിവുകളൊക്കെ പകരാനും പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ വലിയ അനുഗ്രഹമാണ്. രാഹുവും ചൊവ്വയും ഒക്കെ 5-ാം ഭാവത്തെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കേണ്ട സിലബസൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് തീർക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വരാതെ വിനയത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് പഠനത്തിൽ വലിയ വിജയമൊക്കെ നേടാനും സാധിക്കുന്നതാണ്. ഇനി കുംഭരാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും മെയ് 15 മുൻപ് ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ചർമ്മവുമായി ബന്ധപ്പെട്ട ചെറിയ അണുബാധകളോ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചർമ്മത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇനി മെയ് മാസം ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനമൊക്കെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചെറിയ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്.
ശനിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ഭഗവാനെ എള്ളുതിരി നീരാഞ്ജനം ഒക്കെ വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ബുധൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥികൾക്കും അതുപോലെ പ്രണയബന്ധത്തിലൊക്കെയുള്ള ഏർപ്പെട്ടിരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ബുധൻ്റെ അനുഗ്രഹം നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ എല്ലാ ബുധനാഴ്ചയും ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കാൻ വളരെയധികം ഗുണകരമാണ്. ഇത്രയുമാണ് മെയ് 2026 കുംഭരാശിക്കാരുടെ ഫലങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും. ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കർമ്മമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ഓർക്കേണ്ടതാണ്. ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഉപകരിക്കുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.